ഹലോ. ആ, ഞാനിപ്പോൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് വിളിക്കാം. ശരി. പാർവതി, പാർവതി, എടി, നിന്റെ മരുമോളില്ലേ ഒരു പാത്രം നിറച്ച് ദോശ ചമ്മന്തി കുത്തി നിറച്ചിറങ്ങുന്നു. ഭക്ഷണം എടുക്കുന്നോ? കഴിക്കാനായിരിക്കും. അതിനെന്താ അമ്മേ? ഓ, ഇതിങ്ങനെ ഒരു കഴുത. ഇടി കഴിക്കാനല്ല, കൊണ്ടുപോവാൻ. പാഴ്സലാക്കുന്നെന്ന്. എവിടേക്ക് കൊണ്ടുപോവാൻ? ആ, അതെനിക്കെങ്ങനെ അറിയാം? ഇടി നീ ചെന്ന് ചോദിക്ക്. എനിക്ക് തോന്നുന്നതേ ജോലി ഒന്നും ശരിയായില്ല എന്ന് ആ പെരിങ്കള്ളി ഇന്നലെ നമ്മളോട് പറഞ്ഞത് കള്ളമാണെന്ന്. എന്തിന് കള്ളം പറയണം? ഒരു ഞഞ്ഞാവുഞ്ഞ. നിനക്ക് ഈ തലമുടി തന്ന ദൈവം തലയ്ക്കകത്ത് ഒരു മുടിനാരിന്റെ വലിപ്പത്തിലെങ്കിലും ബുദ്ധിയും കൂടെ തരേണ്ടതായിരുന്നു. അല്ലമ്മേ, എനിക്ക് മനസ്സിലായില്ല. ഓഹ്, എടി പൊട്ടി, ജോലി കിട്ടിയെന്ന് പറഞ്ഞാ ശമ്പളം എത്രയാണെന്ന് ഇവിടെ പറയേണ്ടി വരില്ലേ? എടി കുടുംബത്തിലേക്ക് എടുത്ത് ചെലവാക്കേണ്ടി വരത്തില്ലേ? അത് ദേവിക പണ്ടും ചെലവാക്കിയിട്ടുണ്ടല്ലോ. ദാണ്ട കിടക്കുന്നു. ശങ്കരൻ പിന്നെ എത്ര പറഞ്ഞാലും തെങ്ങേ തന്നെ ഇരിക്കുമല്ലോ. എടി പണ്ടത്തെ പോലെയാണോ ഇപ്പൊ ഈ വീട്? നിത്യമോളും കിടപ്പിലായില്ലേ? അതുകൊണ്ട് അവളുടെ കയ്യിലുള്ളത് അവള് ഞെരുക്കി പിടിക്കും. നീ ഒന്ന് വന്നേ, വാ. ദാ വന്നു. ഇതെന്താ? ഭക്ഷണമൊക്കെ പാഴ്സലാക്കിക്കൊണ്ട് എവിടെ പോവാ? അല്ല മാം, ഇന്നും 1-2 സ്ഥലങ്ങളിൽ ജോലി തേടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ വരാൻ ഉച്ചയൂണ് കഴിയും. അതാ ഭക്ഷണം എടുത്തേക്കാന്ന് വെച്ചത്. അതെന്താ